ഹായ്! അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖല്ലേ? അപ്പോൾ ഇന്ന് 90കളുടെ നിറവിൽ ഒരു നനച്ചുളി പരിപാടിയാട്ടോ. അപ്പോൾ രാവിലെ അടുക്കളയത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒരുക്കിയിട്ട് വേണം അതിന് നിൽക്കാൻ എന്ന് കരുതും. പക്ഷേ എനിക്ക് നിൽക്കാൻ പറ്റില്ലല്ലോ. ഇപ്രാവശ്യം അവിടെയും ഇവിടെയും തൊടാതെ ഒരു നനച്ചുള്ളിപ്പണിയാട്ടോ. അതായത് വലിയ സിഫത്തൊക്കാത്ത ഒരു നനച്ചുള്ളിപ്പണി. അപ്പോൾ എങ്ങനെ നിങ്ങളെ നനച്ചുള്ളി പരിപാടിയൊക്കെ കഴിഞ്ഞോ? നമ്മളെ തുടങ്ങിയിട്ടും കൂടി ഇല്ല കേട്ടോ. ഞാൻ ഒരാളെ അങ്ങോട്ട് നിർത്തിട്ടോ നനച്ചുളി പരിപാടിക്ക്. അതുകൊണ്ടായിരിക്കും എനിക്കൊരു സിഫത്തൊക്കെ ആയിട്ടോ. ശനി ഞായറും അല്ലേ, അപ്പോൾ ഇയാളെ തന്നെ അങ്ങോട്ട് പിടിച്ചിട്ട് കേട്ടോ. അനുമോനെ ഓന് കുറേയൊക്കെ ലെവലാക്കി എനിക്ക് ഫുള്ളാക്കി തന്നു കേട്ടോ. ആദ്യം സ്വിച്ച് ബോർഡുമെന്ന് തന്നെ തുടങ്ങാൻ വെച്ചിട്ടോ. സ്വിച്ച് ബോർഡിന് എന്താ ഇത്രയും ഹോൾ വിചാരിക്കണം കേട്ടോ, ബാക്കി സ്വിച്ചൊക്കെ വെക്കാനാണ്ടോ ഒക്കെ ശരിയാവും. അങ്ങനെ നമ്മൾ കറിയുടെ സംഭവങ്ങളൊക്കെ ഇതിൻ്റെ ഒരു ഭാഗത്ത് കൂടെ ഇങ്ങനെ നടന്ന് നീങ്ങുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മളെ ബാത്റൂം പെണ്ണ് നീറ്റപ്പിളാണ് ഇതാ അവിടെ കിടന്നിങ്ങനെ കളിക്കുന്ന ഡോള് ലെവലിലേക്ക് അങ്ങനെ പോകുന്നുണ്ട്. പിന്നെ 2 ദിവസം മുന്നേ കാകു കൊടുന്ന ഒരു അവിൽ മിൽക്കിൻ്റെ പാക്കറ്റ് ഉണ്ടോ, അതിൻ്റെ ബാക്കി കുത്തിക്കലക്കിയ സീനാണ് ഈ കാണുന്നതൊക്കെ. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് ക്ലിയർ ആക്കി എടുക്കണം. പാവം കേട്ടോ, ശനി ഞായറും ഒരു ഒഴിവും കിട്ടിയില്ല. അത്രയും എനിക്ക് വർക്ക് ചെയ്താന്നൊക്കെ കേട്ടോ. എനിക്കൊക്കെ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊടുക്കേണ്ട അവസ്ഥയാണ് ഇപ്പോൾ. പിന്നെ കുറച്ചൊക്കെ എനിക്ക് കഴിയണമാതിരി ചെയ്യാൻ തുടങ്ങി കേട്ടോ. മാറാൽ തട്ടലോ ഉള്ളിലടിക്കലൊക്കെ കനല്ലാത്ത പണികളൊക്കെ ഞാൻ ചെയ്യ തുടങ്ങി കേട്ടോ. 90 ആയിട്ടില്ലെങ്കിൽ നമുക്കിപ്പോൾ നനച്ചുള്ളി വരവേൽക്കാതിരിക്കാൻ പറ്റുമോ? നല്ലൊരു ദിവസമല്ലേ വരുന്നത്, റമദാനൊക്കെ ആയിട്ട് വെറുതെ മൂങ്ങിയിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ വാഷിംഗ് മെഷീൻ ഇതാ നമ്മളെ പുയ്യാപ്പിളാണ് അയച്ചിട്ടെന്നു. ഇനി അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കണം കേട്ടോ. ഞാനിത് വാങ്ങിയ പിന്നെ ഇതിൻ്റെ താഴെ ക്ലീൻ ആക്കിയില്ല. പിന്നെ യൂട്യൂബൊക്കെ നോക്കിയപ്പോൾ എനിക്ക് അതിൻ്റെ ട്രിക്കൊക്കെ മനസ്സിലായിട്ടോ. അപ്പോൾ അതൊക്കെ എടുത്ത് ക്ലീൻ ആക്കി എടുത്തു. സംഭവം ഇതിൻ്റെ അടിയിൽ ഇത്രയും ചളി ഉണ്ടാവും ഞാൻ വിചാരിച്ചില്ല കേട്ടോ. ഇതിൻ്റെ തുറന്നു നോക്കിയപ്പോൾ നല്ല ചളി. പിന്നെ ജനാലൊക്കെ ഒന്ന് അടിച്ച് തുടച്ച് വൃത്തിയാക്കിയിടാൻ ചൂലുകൊണ്ടൊക്കെ ഒന്ന് ആദ്യം ഒന്ന് മാറാൽ തട്ടി കൊടുത്തിട്ടോ. പിന്നെ ഓന് ഇങ്ങനെ കമ്പി ഒക്കെ തുടച്ച് വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഉമ്മാൻ്റെയും ഉപ്പാൻ്റെയും ഇൻ്റെയും കുട്ടികളൊക്കെ ബ്ലാങ്കറ്റുകളൊക്കെ ഒന്ന് അലക്കിയിട്ടിരുന്നു കേട്ടോ. ഉണങ്ങി കിട്ടാനും പാടാണ്, അലക്കലൊക്കെ എളുപ്പമാണ്, പക്ഷെ ഉണങ്ങി കിട്ടാൻ നല്ല പാടിട്ടോ. അപ്പോൾ 2 ദിവസമൊക്കെ പിടിച്ചിട്ട് ഇത് ഉണങ്ങി കിട്ടാൻ. പിന്നെ ഇതാ ഡൈനിങ് ടേബിളത്തെ കസേരയൊക്കെ കൊടുത്ത് നേരെ കഴുകി വൃത്തിയാക്കി ഒക്കെ ഓനായിട്ട് ചെയ്യണത്. പാവം തോന്നും ചെയ്തിട്ടോ എനിക്ക്. ഒരുപാട് പണി എനിക്ക് പ്രാവശ്യം ചെയ്ത് തന്നിട്ടുള്ളൂ. ഫാൻ ക്ലീൻ ചെയ്യലടക്കം എനിക്ക് ചെയ്ത് തന്നിക്കണം കേട്ടോ. ഒരു 4ാം ക്ലാസ്സിലാട്ടോ പഠിക്കണത്, പക്ഷേ അതിനേക്കാളും കൂടുതൽ മെച്യൂരിറ്റിയോടുകൂടെ എനിക്കൊക്കെ ചെയ്ത് തന്നിട്ടോ. അപ്പം ഞാൻ ഡപ്പകളൊക്കെ എടുത്ത് കുറച്ച് ഡപ്പകളുള്ളൂ കേട്ടോ സാധനങ്ങൾ ഇട്ടേച്ചതൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി നല്ല വൃത്തിയാക്കി എടുത്തിട്ടോ. നല്ല ഞാൻ അതിലത്തെ സാധനങ്ങളൊന്നും ഒഴിവാക്കിയില്ല, പുറത്ത് മാത്രം. കാരണം കുട്ടി എപ്പോഴാണ് കരയാമെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. പിന്നെ ഇതാ ഞാൻ ടൈലിട്ടിട്ടില്ല കേട്ടോ ഞങ്ങളെ വീതന. അപ്പോൾ അതൊക്കെ ഒന്ന് ഉരച്ച് നല്ല വൃത്തിക്ക് ക്ലീനാക്കി എടുത്തിട്ടോ. ഇത് എപ്പോഴും ഉരതിരിക്കണം, അല്ലെങ്കിൽ വേഗം പൂപ്പൽ പോലെ ഒരു കളറിന് വരട്ടെ, ഒരു ബ്ലാക്ക് കളറ്. അപ്പോൾ ഞാൻ പറയും ഇങ്ങനെ സിമെൻറ്റ് ഇട്ടാനൊക്കെ. അപ്പോൾ അത് സിമെൻറ്റ് ഇട്ടാൽ ടൈലിട്ടാൽ പിന്നെ കുത്തിപ്പൊളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടോ. അപ്പോൾ പിന്നെ അത് ഇടാന്നില്ല. പിന്നെ നേരെ ഫ്രിഡ്ജാട്ടോ പോയത്. ഫ്രിഡ്ജിൻ്റെ ഡപ്പി ഇതൊക്കെ അല്ല ആ പാത്രങ്ങളൊക്കെ എടുത്ത് ക്ലീൻ ആക്കാൻ അതിൻ്റെ അടുത്ത് ഒന്നങ്ങോട്ട് പൊട്ടി. എന്തൊരു സീനാണ്. എന്നാലും കഷ്ടപ്പെട്ട് അങ്ങനെ ഒപ്പിച്ചു കേട്ടോ. എൻ്റെ നനച്ചുളി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് കംപ്ലീറ്റ് വെള്ളം പറഞ്ഞ് അടിക്കുക. അതൊക്കെയായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെ ചെയ്യാൻ കേട്ടോ. പിന്നെ ഫുള്ള് വീട് മൊത്തം സോപ്പും പൊടിയിലും വെള്ളത്തിലും അങ്ങോട്ട് മുങ്ങിയിട്ടുണ്ടാകും. എന്നിട്ട് ഇങ്ങോട്ട് ചൂലുകൊണ്ട് മൊത്തത്തിൽ ഇങ്ങോട്ട് അടിച്ചെടുക്കല കേട്ടോ. നിലമൊക്കെ ടൈലിടാത്തതുകൊണ്ട് നല്ലോണം ഉരതി കഴുകിയിട്ട് അങ്ങനെയൊക്കെയാണ് എൻ്റെ നനച്ചുളി കേട്ടോ. പക്ഷേ ഇപ്രാവശ്യം അതിനൊന്നും പറ്റായിട്ട് ഭയങ്കര സങ്കടം ഉണ്ട് കേട്ടോ എനിക്ക്. പിന്നെ കിച്ചണത്തെ റാക്കിൻ്റെ മുകളിൽ എടുക്കാത്ത പാത്രങ്ങൾ അതൊന്നും ഇപ്രാവശ്യം തൊട്ടിട്ടില്ല കേട്ടോ. അല്ലെങ്കിൽ എല്ലാ പ്രാവശ്യവും അതിൻ്റെ മുകളിലൊക്കെ നേരെ അടിച്ച് വൃത്തിയാക്കി പഴയ പാത്രങ്ങളും എടുക്കാത്ത പാത്രങ്ങളൊക്കെ നേരെ ക്ലീൻ ആക്കണം കേട്ടോ. കുറേ എടുക്കാനുള്ള പാത്രങ്ങളും കുറേ എടുക്കാനില്ലാത്ത പാത്രങ്ങളും അങ്ങനെ കുന്നോളം പാത്രങ്ങൾ ഇപ്പോൾ ഒരു വീട്ടിലുണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ ക്ലീൻ ആക്കിയിരുന്നതാണ്. ഇപ്രാവശ്യം അതൊന്നും ഇല്ല കേട്ടോ. കാരണം ഒക്കെപ്പാടെ എത്തൂല എന്ന് ഉറപ്പാണ്. അവനെ കൊണ്ടും എല്ലാം കൊണ്ടും സാധിക്കില്ല കേട്ടോ. നമ്മൾ എല്ലാം അവൻ്റെ മേത്തേക്ക് ഇട്ട് കൊടുക്കാനും പറ്റൂലല്ലോ. അവൻ പറഞ്ഞു ആ റാക്കിൻ്റെ മുളകൊക്കെ ക്ലീൻ ആക്കുക, അവനക്ക് ജോലി ചെയ്യാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ടാന്ന്. അതിലേക്ക് വാങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ തന്നെ മെനറണ്ടേ. അങ്ങനെ എന്താ വീതനൊക്കെ ഇതുപോലെ കേട്ടോ വൃത്തിയായി കിട്ടുള്ളൂ. പിന്നെ എന്താ കുടലിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ ഒരു വിളിയാളം വരുന്നുണ്ട്. അപ്പോൾ അതാ കറിയൊക്കെ റെഡി ആയിട്ടോ. ഞാൻ എല്ലാ കഷ്ണം കൂടെ കൂട്ടിയിട്ട് ഒരു സാമ്പാർ പോലെയാണ് ആക്കിയതാട്ടോ. ഇങ്ങനെ നല്ല സാമ്പാറെന്ന് എനിക്കറിയാം. അപ്പോൾ ഈ ഒരു കൊച്ചു നനച്ചുള്ളി ഇഷ്ടമായ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ